വാർത്തയിലേക്ക് സ്വാഗതം. ഒരു പൊതു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ വീണ്ടും ശ്രദ്ധാകേന്ദ്രമാകുന്നത് BJP തന്നെയാണ്. BJPയുടെ ദേശീയ അധ്യക്ഷനെയും കേരളത്തിലെ സംസ്ഥാന അധ്യക്ഷനെയും ഒക്കെ ചൊല്ലി അവരുടെയൊക്കെ സ്ഥാനം മാറുന്നത് സംബന്ധിച്ചുള്ള ചർച്ചകളായിരുന്നു നടന്നിരുന്നത്. BJPയുടെ ദേശീയ അധ്യക്ഷന്റെയും സംസ്ഥാന അധ്യക്ഷന്റെയും കാലാവധി ഏതാണ്ട് കഴിഞ്ഞിരിക്കുകയാണ്. ദേശീയ അധ്യക്ഷനായി ആര് വരും എന്നതിനെ സംബന്ധിച്ചുള്ള ചർച്ചകൾ ദേശീയ തലത്തിൽ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ സംസ്ഥാന അധ്യക്ഷനെ സംബന്ധിച്ചും ചർച്ചകൾ കേരളത്തിൽ നടക്കുന്നുണ്ട്. ദേശീയ അധ്യക്ഷനെ സംബന്ധിച്ച് മറ്റു തരത്തിലുള്ള വാദങ്ങളോ പ്രതിവാദങ്ങളോ ഒന്നും തന്നെയില്ല. RSSുമായി ബന്ധപ്പെട്ട RSS ചില പേരുകൾ മുന്നോട്ട് വെക്കുന്നുണ്ട്, BJP ചില പേരുകൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. അതിൽ സമവായമാകേണ്ടതുണ്ട്. ആ സമവായത്തിനും അപ്പുറം ഇപ്പോൾ വരുന്ന അടുത്ത 6 മാസത്തിനുള്ളിൽ വരുന്ന ചില പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പുകളുണ്ട്. ഈ തെരഞ്ഞെടുപ്പിന് ശേഷം മാത്രമേ JP നദ്ദയെ ആ സ്ഥാനത്തു നിന്ന് മാറ്റാനുള്ള സാധ്യതയുള്ളൂ എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്ന വിവരം. ഏതാണ്ട് വരുന്ന ഫെബ്രുവരി വരെ അതിനുള്ള സാധ്യതകളില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തൽക്കാലം ദേശീയ അധ്യക്ഷ സ്ഥാനത്തേക്ക് JP നദ്ദ തന്നെ തുടരും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിന്റെ ഔദ്യോഗികമായ ആ ഒരു വിശദീകരണം ഇതുവരെ വന്നിട്ടില്ല. എങ്കിൽ പോലും ഞാൻ മനസ്സിലാക്കുന്നത് ദേശീയ അധ്യക്ഷനായി തൽക്കാലം JP നദ്ദ തന്നെ തുടരുമെന്നാണ്. ശിവരാജ് സിംഗ് ചൗഹാന്റെയും അതുപോലെ തന്നെ രാജ്നാഥ് സിംഗിനെയും പോലുള്ള ജനകീയരായ ചില നേതാക്കന്മാരെ ദേശീയ അധ്യക്ഷ സ്ഥാനത്ത് കൊണ്ടുവരണം എന്ന തരത്തിലുള്ള ചർച്ചകൾ RSSന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട സ്മൃതി ഇറാനി അടക്കം, സ്മൃതി ഇറാനി വളരെ ഭംഗിയായി തെരഞ്ഞെടുപ്പിനെ നേരിട്ട ആളാണ്. പരാജയം സംഭവിച്ചു എങ്കിൽ പോലും കഴിഞ്ഞ കുറെ നാളുകളെ അവർ ദേശീയ രാഷ്ട്രീയത്തിനും ശ്രദ്ധാകേന്ദ്രമായ ഒരാളാണ്. അതുകൊണ്ട് അവരെ ദേശീയ അധ്യക്ഷ പദവിയിലേക്ക് കൊണ്ടുവരണമെന്ന് നരേന്ദ്രമോദി അടക്കമുള്ളവർ ആവശ്യപ്പെടുന്നുണ്ട്. അത് അമിത്ഷായ്ക്ക് അവരെ കൊണ്ടുവരുന്ന അത്ര താല്പര്യമില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട ചർച്ചകളും നടക്കുന്നുണ്ട്. സംസ്ഥാന തലത്തിലാണ് വലിയ ചർച്ച നടക്കുന്നത്. സംസ്ഥാന തലത്തിൽ ചിലർ ഇപ്പോഴേ ഇറങ്ങിക്കഴിഞ്ഞു. താൻ സംസ്ഥാന പ്രസിഡന്റ് ആകുമെന്ന് പറഞ്ഞ് പലരും അവിടെ PR വർക്ക് അടക്കം തുടങ്ങിക്കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കുന്നത്. ചില ഓൺലൈൻ മാധ്യമങ്ങളടക്കം ചിലരെ പ്രൊജക്ട് ചെയ്തുകൊണ്ട് സ്ഥിരമായി ഇയാളായെങ്കിൽ മാത്രമേ BJP രക്ഷപ്പെടുകയുള്ളൂ എന്ന രീതിയിലുള്ള ചില വാർത്തകളും മറ്റും കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ തൽക്കാലം സുരേന്ദ്രനെ മാറ്റാനുള്ള യാതൊരു തരത്തിലുള്ള കാരണങ്ങളും നിലവിലില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് സംഘടനാ തെരഞ്ഞെടുപ്പ് കഴിയുന്ന മാത്രയിൽ മാത്രമേ മാറ്റുമെങ്കിൽ മാറ്റാനുള്ള സാധ്യതയുള്ളൂ. അതിനുള്ള സാധ്യത തൽക്കാലമില്ല. ഒരു ടൈം കൂടി സുരേന്ദ്രൻ തന്നെ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കേരളത്തിലെ BJPയിൽ ചില പ്രശ്നങ്ങൾ, ചിലർക്കെങ്കിലും സുരേന്ദ്രനോട് എതിർപ്പുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. സുരേന്ദ്രനോട് എതിർക്കുന്നതിന് പ്രധാനപ്പെട്ട കാരണം കഴിഞ്ഞ കുറെ നാളുകളായി സുരേന്ദ്രൻ ജനങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുന്നു എന്ന് ചിലർക്കെങ്കിലും സംശയം തോന്നിയിരുന്നു. എന്നാൽ സംഘടനാ രംഗത്ത് നോക്കുകയാണെങ്കിൽ, സംഘടനാ പ്രവർത്തനം വെച്ച് നോക്കുകയാണെങ്കിൽ, സംഘടനാ പ്രവർത്തനമായി കാൽക്കുലേറ്റ് ചെയ്യപ്പെടുന്നത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള ആ ഒരു തെരഞ്ഞെടുപ്പ് പ്രവർത്തനം തന്നെയാകും. ആ സമയത്ത് തെരഞ്ഞെടുപ്പിനെ ഏകോപിപ്പിച്ചു കൊണ്ടുപോകാനും ചില ഓർഗനൈസിംഗ് സെക്രട്ടറിമാർ, പ്രത്യേകിച്ച് പുതിയതായി വന്ന ഓർഗനൈസിംഗ് സെക്രട്ടറി അക്കാര്യത്തിൽ വളരെ പ്രഗത്ഭരാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അദ്ദേഹം പഴയ BJPയിൽ എതിർത്തു നിന്ന പഴയ ആൾക്കാരെയൊക്കെ കൂട്ടിയിണക്കിക്കൊണ്ട്, എല്ലാവരെയും കൂട്ടിയിണക്കിക്കൊണ്ട് പോകാനുള്ള ഒരു മനസ്സ് കാണിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ ചരിത്രത്തിൽ ആദ്യമായി BJPക്ക് ഒരു സീറ്റും അതുപോലെ തന്നെ 19% എന്ന രീതിയിലേക്ക് വോട്ട് ഉയർത്താനും കഴിഞ്ഞത് സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം വലിയ ക്രെഡിറ്റ് തന്നെയാണ്. ആ ക്രെഡിറ്റ് ഇപ്പൊ മറ്റുള്ളവർ പറയും, മറ്റുള്ളവർക്ക് സുരേന്ദ്രനല്ല അതിന്റെ ക്രെഡിറ്റ് എന്ന് പറയാൻ ശ്രമിക്കുന്നുണ്ട് ചിലരെങ്കിലും. BJPയോട് എതിർപ്പുള്ളവരും സുരേന്ദ്രനോട് എതിർപ്പുള്ളവരും ഒക്കെ അത്തരത്തിൽ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഒരു സംസ്ഥാന അധ്യക്ഷൻ കൃത്യമായ രീതിയിൽ പ്രവർത്തിക്കുകയും എല്ലാ സ്ഥലത്തും സംഘടനാ സംവിധാനം ഇല്ലാതാവുകയും ചെയ്താൽ അത്തരത്തിലൊരു വോട്ടിന്റെ പെർസെന്റേജ് കൂട്ടാൻ കഴിയില്ല. ഉള്ളവർ, അതായത് അദ്ദേഹത്തോട് എതിർപ്പുള്ളവർ, ഇപ്പൊ സുരേന്ദ്രനോട് എതിർപ്പുള്ളവർ പരസ്യമായി അത് പ്രകടിപ്പിക്കുന്നതുകൊണ്ട് ജനങ്ങൾക്കൊക്കെ തോന്നും സുരേന്ദ്രൻ എന്തോ പ്രശ്നക്കാരനാണ്, അല്ലെങ്കിൽ സുരേന്ദ്രൻ എന്തോ അവർ വിചാരിക്കുന്ന രീതിയിൽ, രാഷ്ട്രീയമാകുമ്പോൾ എല്ലാ ജനങ്ങളും വിചാരിക്കുന്ന രീതിയിലേക്ക് ഒരു സംസ്ഥാന അധ്യക്ഷന് പ്രവർത്തിക്കാൻ കഴിയില്ലെങ്കിലും സുരേന്ദ്രന്റെ ഭാഗത്തുനിന്ന് വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല. അത്തരത്തിലുള്ള ചില വീഴ്ചകൾ ഉണ്ടെന്ന് അദ്ദേഹം നേരത്തെ ഉണ്ടായിരുന്ന പോലെയല്ല പാർട്ടി പ്രവർത്തകരെ അഡ്രസ് ചെയ്യുന്ന കാര്യത്തിൽ, പാർട്ടി പ്രവർത്തകരുടെ ഫോൺ എടുക്കുന്ന കാര്യത്തിൽ, പാർട്ടി പ്രവർത്തകർക്ക് പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിക്കുന്ന കാര്യത്തിലൊക്കെ ഇടയ്ക്കൊക്കെ അദ്ദേഹത്തിന് എവിടെയൊക്കെയോ പാളിച്ച വന്നിട്ടുണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല. ഞാൻ നേരത്തെയും പറയുമായിരുന്നു, സുരേന്ദ്രനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ സുരേന്ദ്രന്റെ ഒരു കൂടെ നിൽക്കുന്ന ചില ആൾക്കാരുടെ ഒരു പ്രാഗൽഭ്യവുമില്ലാത്ത, ഒരു കഴിവുമില്ലാത്ത കുറെ ആൾക്കാർ സുരേന്ദ്രന്റെ ഭജന സംഘം പോലെ പാട്ടുപാടി പിറകെ നടക്കുന്നുണ്ടായിരുന്നു. അവരൊക്കെ വലിയ രീതിയിൽ സുരേന്ദ്രന് ദോഷം ചെയ്തു എന്ന കാര്യത്തിൽ സംശയമില്ല. അത് തന്നെയാണ് സുരേന്ദ്രൻ ഇത്രയും വലിയ പേരുദോഷം ഉണ്ടാകാനുള്ള കാരണം, അല്ലെങ്കിൽ സംസ്ഥാനത്തുടനീളം അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉത്ഭവിക്കാൻ കാരണം ഇത്തരത്തിലുള്ള ആൾക്കാരാണ്. ഇപ്പോൾ സീനിയർ ആയിട്ടുള്ള ഒരാൾ ഫോണിലേക്ക് വിളിച്ചാൽ അത് ആരാണെന്നോ ഏതാണെന്നോ പോലും മനസ്സിലാക്കാതെ അതിന് മറുപടി പറയുക, അത് യഥാർത്ഥത്തിൽ അത്തരത്തിലുള്ള ആൾക്കാരുടെ ഈഗോ ഹേർട്ട് ചെയ്യപ്പെടും. അവർ സുരേന്ദ്രനെതിരാവും. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ സുരേന്ദ്രൻ ഉണ്ടായിട്ടുണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല. എങ്കിൽ പോലും ഒരു സംസ്ഥാന അധ്യക്ഷൻ എന്ന രീതിയിൽ വളരെ മികച്ച രീതിയിൽ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്തുമൊക്കെ അദ്ദേഹം പ്രവർത്തിച്ചു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വയനാട്ടിൽ ചിലർ അദ്ദേഹത്തെ വിമർശിക്കുന്ന വയനാട്ടിൽ എത്തിവെച്ച കാശ് നേടാൻ കഴിയാത്ത സംസ്ഥാന അധ്യക്ഷൻ എന്നാണ്.
വയനാടിനെ സംബന്ധിച്ച് നമുക്കറിയാം, വയനാടിന്റെ ഒരു രാഷ്ട്രീയ ഭൂപടം നോക്കിയാൽ വയനാട്ടിൽ അത് കോൺഗ്രസിന് അനുകൂലമായ മണ്ഡലമാണ്. അത് ഡീലിമിറ്റേഷൻ കാലത്ത് അങ്ങനെ തന്നെ ഉണ്ടാക്കി വെച്ചൊരു മണ്ഡലമാണ്. ഇന്ത്യയിൽ ഒരു സ്ഥലത്തും ഷുവറായി ഇപ്പോൾ കോൺഗ്രസിന് വിജയിക്കുമെന്ന് പറയാൻ കഴിയാത്ത ഒരു സ്ഥലത്ത് ആ സ്ഥലത്ത് വളരെ കൃത്യമായി തന്നെ വിജയിക്കാൻ കഴിയുമെന്ന ബോധ്യമുള്ള മണ്ഡലമാണ്. അതുകൊണ്ട് തന്നെയാണ് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും ചില രാഷ്ട്രീയത്തിനേക്കാൾ ഉപരി ചില ജാതി സമവാക്യങ്ങളൊക്കെ ഫലപ്രദമായി കോൺഗ്രസിന് അനുകൂലമാകുന്ന ഒരു മണ്ഡലമാണ്. അവിടെ എന്തൊക്കെ പറഞ്ഞാലും അടുത്ത കാലത്തൊന്നും ഒരു രാഷ്ട്രീയ കാലാവസ്ഥ മാറാനുള്ള സാധ്യതയില്ല. അവിടെ സുരേന്ദ്രൻ മത്സരിച്ച് നല്ല രീതിയിൽ നില മെച്ചപ്പെടുത്തിയെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് സത്യത്തിൽ ഒരു വലിയ വിജയം തന്നെയാണ്. ഒരിക്കലും അവിടെ വിജയിക്കുമെന്ന പ്രതീക്ഷ സീറ്റോ BJPയുടെ A ക്ലാസ് മണ്ഡലമോ ഒന്നും തന്നെയല്ല. അങ്ങനെയുള്ള ഒരു മണ്ഡലത്തിൽ അവിടെ വന്ന് സുരേന്ദ്രൻ വിജയിക്കുക അല്ലെങ്കിൽ കെട്ടിവെച്ച വോട്ട് നേടിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ പരിഹസിക്കുന്നതിൽ യാതൊരു അടിസ്ഥാനവുമില്ല. അത് അടിസ്ഥാനമില്ലാത്ത കാര്യം തന്നെയാണ്. ഏതായാലും സുരേന്ദ്രൻ തന്നെ സംസ്ഥാന പ്രസിഡന്റായി തൽക്കാലം തുടരുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ദേശീയ തലത്തിലും JP നദ്ദ തന്നെ തുടരാനാണ് തൽക്കാലം സാധ്യത. അതിനുശേഷം RSS ഇപ്രാവശ്യം ഇടപെടും, ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും ഒക്കെയാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിന്റെ ഭാഗമായി രാജ്നാഥ് സിംഗിനെയോ അല്ലെങ്കിൽ ഒരുപക്ഷെ ശിവരാജ് സിംഗ് ചൗഹാൻ ഏറ്റവും കൂടുതൽ വോട്ടിൽ വിജയിച്ച ഒരാളാണ്, അദ്ദേഹത്തെയോ ഒക്കെ ദേശീയ അധ്യക്ഷ പദവിയിലേക്ക് കൊണ്ടുവരാനുള്ള ആലോചനകൾ നടക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ തൽക്കാലം ഈ മാറ്റങ്ങളൊന്നുമില്ല. 6 മാസത്തേക്ക് അത്തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.